ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു കമ്പാരിസൺ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ അവസാനമായിട്ട് ഇറങ്ങിയ ബസൂക്കയും മോഹൻലാലിന്റെ അവസാനമായിട്ട് ഇറങ്ങിയ എമ്പുരാനും തമ്മിലുള്ളൊരു ഇന്റർചേഞ്ച്. അതായത് ഖുറേഷി എബ്രഹാം എന്ന് പറയുന്ന കഥാപാത്രം മമ്മൂട്ടിയാണ് ചെയ്തിരുന്നതെങ്കിൽ ആ കഥാപാത്രം വിജയിക്കുമോ, സിനിമ വിജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ വേറൊരു കാര്യം, കഥാപാത്രം വിജയിക്കുമോ എന്നുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും എബ്രഹാം ഖുറേഷിയായിട്ട് മോഹൻലാലിനെക്കാളും എന്തായിട്ട് ആപ്റ്റായിട്ടുള്ളതാണ് മമ്മൂട്ടിയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതിനകത്ത് വേറെ വലിയ മലമറിക്കുന്ന അഭിനയ പ്രാധാന്യമുള്ള വേഷമൊന്നും ഇല്ല എമ്പുരാനകത്ത്. എന്നാൽ നമ്മുടെ ബസൂക്ക, നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കുണ്ട്. ബസൂക്കയിൽ ആ മമ്മൂട്ടിയുടെ കഥാപാത്രം ചെയ്യാൻ മലയാള സിനിമയിൽ ഇന്ന് മമ്മൂട്ടി മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റും. കാരണം സൂപ്പർ സ്റ്റാറുകളിൽ മമ്മൂട്ടി മാത്രമേ ഉള്ളൂ. അതായത് മോഹൻലാലിന് ഒരു കാരണവശാലും അതിലെ കഥാപാത്രം ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ചും അതിൻ്റെ അവസാനത്തെ 20 മിനിറ്റ് ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. പല പല യൂട്യൂബ് ചാനലുകളിൽ റിവ്യൂ ഇട്ടവൻ പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യാൻ അങ്ങേർക്കേ പറ്റുള്ളൂ എന്ന്. കാരണം അത് ആ ഒരു റേഞ്ചാണ്. ആ സിനിമ നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. ആ സിനിമയുടെ 20 മിനിറ്റിൽ മമ്മൂട്ടി ആ ഒരു ലെവലിൽ ശരീരം കൊണ്ടാണെങ്കിലും മനസ്സുകൊണ്ടാണെങ്കിലും മുഖം കൊണ്ടാണെങ്കിലും ചിരി കൊണ്ടാണെങ്കിലും പുള്ളി ആ 20 മിനിറ്റ് എടുത്തു. പക്ഷെ അതുപോലെ ഒരു 20 മിനിറ്റ് ആ ഒരു രംഗം മോഹൻലാലിന് കൊടുത്തിട്ട് അത് അവതരിപ്പിക്കാൻ പറഞ്ഞാൽ ഒരിക്കലും നടക്കൂല. ഇതുപോലെ ഒരിക്കലും നടക്കൂല. അത്ര ഉറപ്പിച്ച് 100% പറയാൻ പറ്റും. ബസൂക്ക പൊട്ടിയ പടമാണ്, ശരിയാണ്. ബസൂക്ക ഇത് തിയേറ്ററിൽ ഒരു രീതിയിൽ പോലും സിനിമ വിജയമാണെന്ന് പറയാൻ പറ്റില്ല. ബിസിനസ് പരമായിട്ട് പോലും ചിലപ്പോൾ വിജയം കാണാൻ സാധ്യതയില്ലാത്ത പടം തന്നെയാണ് ബസൂക്ക എന്ന് ഞാൻ പറയുന്നു. പക്ഷെ അത് 66 കോടി എന്ന് പറയുന്ന ബഡ്ജറ്റ് ആണെങ്കിൽ ആ സിനിമയ്ക്ക് ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. പക്ഷേ 28 കോടി രൂപയാണ് ബഡ്ജറ്റ് എന്ന് പറയുകയാണെങ്കിൽ ചിലവ് വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ബിസിനസ്സിൽ കൂടെ തന്നെ നല്ല വരുമാനം കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിനിമ വിജയിക്കും. 28 കോടി രൂപയാണ് സിനിമയുടെ ബഡ്ജറ്റേക്ക് സിനിമ വിജയിക്കും. 66 കോടിയാണെങ്കിൽ വിജയിക്കില്ല. ഞാൻ ജോത്സ്യനൊന്നുമല്ല. ഏതോ ഒരു വേറൊരു ഫാൻ പേജിനകത്ത് വന്ന ഒരു പോസ്റ്ററാണ് 66 കോടി എന്ന് പറഞ്ഞത്. അല്ലാതെ അവർ അതിൻ്റെ വെളി വിട്ടിട്ടില്ല ഇത് 66 കോടി രൂപ. അല്ലെങ്കിൽ തന്നെ അത് 66 കോടി രൂപ ബഡ്ജറ്റ് എന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എമ്പുരാൻ 100 കോടിയാണ്, അത് 66 കോടിയാണെന്നാണ്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ബന്ധം നിങ്ങൾ നോക്കിയാൽ മതി. എമ്പുരാൻ എവിടെ കിടക്കുന്നത്, ബസൂക്ക എവിടെ കിടക്കുന്നത്, സെറ്റിട്ട് ചെയ്ത ബസൂക്ക എവിടെ കിടക്കുന്നത്, ഒറിജിനൽ സ്ഥലങ്ങളിൽ പോയി ഹെലികോപ്റ്റർ സഹിതം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയ്ക്ക് 100 കോടിയാണ് ഫാൻസുകാർ പറയുന്നത്. 100 കോടി ആയിട്ടുള്ളൂ. അത് പൃഥ്വിരാജ് വെറുതെ തള്ളിയതാണെന്നൊക്കെ പറയുന്നവരാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ വിടാം. ഈ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മമ്മൂട്ടിക്ക് ഈ 2 റോളും പറ്റും. പക്ഷേ മോഹൻലാലിന് ഇതിനകത്ത് എമ്പുരാൻ പോലും മാച്ചായിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിലെ ഖുറേഷി എബ്രഹാം എന്നുള്ളൊരു സ്റ്റൈലിഷ് കഥാപാത്രം മോഹൻലാൽ എത്രത്തോളം ഭംഗിയായി ചെയ്തു എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? മോഹൻലാൽ ഫാൻസ് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും, പക്ഷെ മറ്റേത് അങ്ങനെയല്ല. മമ്മൂട്ടി ഫാൻസിലാണെങ്കിലും മോഹൻലാൽ ഫാൻസിലാണെങ്കിലും മലയാള സിനിമ ആരാധകർക്ക് അതൊരു അഭിനയത്തിൻ്റെ ഒരു വേറെ തലത്തിലോട്ട് എത്തിച്ച അവസാന 20 മിനിറ്റിലെ മമ്മൂട്ടിയുടെ ഒരു പെർഫോമൻസ് കൊണ്ട് മാത്രം ആ സിനിമയെ അപ്ലിഫ്റ്റ് ചെയ്തു. അത് കാണാൻ വേണ്ടി മാത്രം ആളുകൾ തിയേറ്ററിൽ കയറി. പക്ഷേ ഇതിനകത്ത് മോഹൻലാലിൻ്റെ എന്ത് എക്സ്പ്രഷനോ മോഹൻലാലിൻ്റെ കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. സിനിമയ്ക്കകത്ത് മോഹൻലാലിന് ചെയ്തു വയ്ക്കാനുള്ള റോളില്ല, അതുകൊണ്ടാണ്. അല്ലാതെ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ്റെ കഴിവിനെ കുറിച്ച് കുറച്ച് കാണുകയല്ല. കാരണം മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ്റെ കഴിവ് നിങ്ങൾക്ക് 25-ാം തീയതി തുടരും എന്ന് പറഞ്ഞ സിനിമയിൽ കാണാം. അപ്പം അതിനകത്ത് എങ്ങനെയാണ് ഒരു ഫാൻ ബോയ് മോഹൻലാലിനെ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആ ഒരു സിനിമയിലൂടെ കണ്ട് മനസ്സിലാക്കാം. അല്ലാതെ പൃഥ്വിരാജിനെ പോലെ ചേരാത്ത വേഷം കൊടുത്ത് കോട്ട് വിട്ട് ഹിമക്കരടിയെ പോലുള്ള താടിയും കൊടുത്ത് അവിടെ കൊണ്ട് നിർത്തിയിട്ട് കാര്യമില്ല. ഇപ്പം എന്താ വരും 25-ാം തീയതി തുടരും എന്ന് പറഞ്ഞ സിനിമ, അതിൽ നിങ്ങൾക്ക് കണ്ടോ നിങ്ങൾ എങ്ങനെയായിരിക്കും മോഹൻലാലിനെ പ്രസൻറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം മലയാള സിനിമയിൽ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ 25-ാം തീയതി വരെ കാത്തിരുന്നാൽ മതി. അപ്പോൾ അത് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം മോഹൻലാൽ എങ്ങനെയാണ് മോഹൻലാലിൻ്റെ കഴിവുകൾ വെളിയിലെടുക്കുന്നതെന്ന്. അല്ലാതെ ഈ ഒരു എമ്പുരാൻ എന്ന് പറയുന്ന ഇതിൽ ഖുറേഷി എബ്രഹാം എന്ന് പറയുന്ന കഥാപാത്രം വെറും അൾട്ടർ വേസ്റ്റ് ആയിരുന്നു, അൾട്ടർ ഫ്ലോപ്പ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. നന്ദി, നമസ്കാരം.